രാവിലെ നല്ല വെയിലായി. നമ്മളെ വീഡിയോ മല വലിക്കുമ്പം നമുക്ക് വീഡിയോ എടുക്കുന്ന സൗകര്യത്തിന് വെള്ളം ഇടാനൊക്കത്തില്ല. ഈ വലയിലെ മീന് അത് പോയി. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നും വലയിട്ടിട്ടുണ്ട്. വേണ്ട, നമ്മൾ വല വലിക്കാൻ വന്നിരിക്കുകയാണ്. നമ്മൾ ഈ കുറ്റിയെന്നാണ്, നമ്മുടെ വീടിൻ്റെ നേരെ വാതിക്കലാണ് നമ്മൾ വലയിട്ടിരിക്കുന്നത്. കേട്ടോ, നമുക്ക് ഈ വലയൊന്ന് വലിച്ചു നോക്കാം. മീനാണെന്ന് അറിയാൻ മേല. കുറുവയ, നല്ല സൂപ്പർ കുറുവയ. വീണ്ടും ഇത് സിലോപ്പിയ. വെള്ളം നല്ല തെളിഞ്ഞു കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഈ അടിയിൽ നിന്ന് കാണാൻ സാധിക്കും. ആ രണ്ട് മീനെ നമ്മൾ കണ്ടുള്ളൂ. നോക്കാം. കക്കായ ഒഴുക്കുള്ളതുകൊണ്ടത് ഒരു ഉറുവപ്പരൽ. അത് ഈ വല അതിൻ്റെ പരലിൻ്റെ വാ കയറി വലയിൽ ഉടക്കുന്നതാണ് കിട്ടുന്നത്. അത് കാര്യം ഇത് 65 mm ആയതുകൊണ്ട് ചെറിയ മീനൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. വീണ്ടും ഒരു ചെറിയ പരല്. ഇതിൻ്റെ വാ കയറി ഉടക്കുന്നതാണ് ഇത്രയും ചെറിയ മീൻ നമുക്ക് കിട്ടുന്നത്. നല്ല തെളിവായി വെള്ളം. ഇവിടെ ഒരു മീനുണ്ട്. ഈയിടെ ഇതാ മറ്റേ മീന. ഈ നാശം നമുക്ക് കാണാതിരിക്കുകയായിരുന്നു. കണ്ടോ, ഇവിടെ ഒരു നല്ല തൂളിയുണ്ട്. കണ്ടോ, ഇരുത്ത തൂളി. അവിടെ ഉണ്ട് മീൻ. കണ്ടോ, മുടക്കിയിരിക്കുക. മടല. നല്ല ഭാരമാണ്. വേണോ കുറുവ? കുറുവ. മല ഞാറിൻ്റെ ക്രോസ് ചെയ്തിട്ട് നീളം കൂടുതലായിട്ടാണ് ഇങ്ങനെ നമ്മൾ സൈഡ് വഴി ഇട്ടിരിക്കുന്നത്. ഈ വലയൊന്നും സൈഡ് വഴി ഇടുന്ന വലയല്ല. കാര്യം കണ്ണകലമുള്ള വലയായതുകൊണ്ട്. രാമൻ വന്ന് നോക്കി നിൽക്കുകയാണ്. ഇവൻ വെള്ളത്തെ കയറാനാണ്. വേണ്ട വേണ്ട, പൊക്കോ അങ്ങ്, പൊക്കോ. ഇവിടെ ഈ വല വലിച്ചു തീരുകയാണ്. നമുക്ക് ഇതിലുള്ള മീൻ എടുത്ത് വെച്ചിട്ട് നമുക്ക് അടുത്ത വല വലിക്കാൻ പോകും. നമ്മൾ ഈ ചെറിയ പരലിനെ കിട്ടിയപ്പം അത് കളയാതിരുന്നത് ഇവിടെ കാത്തു വിടുമെന്ന് ഇരുന്ന് കരയുന്നുണ്ട്. നമ്മൾ ഈ വല കിട്ടിയ മീന് നമ്മൾ എടുത്ത് ഇത് നമുക്ക് ഈ വലയൊക്കെ എടുത്ത് കരക്കിട്ട് വെച്ചിട്ട് അടുത്ത വല വലിക്കാൻ നമുക്ക് പോകാം. ഇത് നമ്മുടെ വീടിൻ്റെ വാതിക്കലായതുകൊണ്ട് നമുക്ക് ഈ വലയോടെ വെച്ചിട്ടാണ്. നമ്മളിവിടാണ് വല ഇട്ടിരിക്കുന്നത്. ഇത് നമുക്ക് എടുക്കാം. ഇത് നേരെ അക്കരയ്ക്ക് നമ്മൾ ക്രോസ് ചെയ്തിരിക്കുകയാണ്. വല ഇട്ട് വരുമ്പം വല കൂടുതൽ വരുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ സൈഡിൽ കൂടെ.
ഇതിലൊരു ആദ്യത്തെ ഒരു കുറുവാണ്. ചെറിയൊരു പരല്. വീണ്ടും ഉണ്ട്. ഒരു കുറുവായുടെ ഒരു കുറുവ. ഉണ്ട് കുറുവ. മീൻ നല്ല തെളിവല്ലേ, അതുകൊണ്ട് മീൻ നമുക്ക് കാണാനും ഉണ്ട്. ഇത് മുള്ളങ്കണ്ണിയാ, അത് കുറുവായ. ഉണ്ടോ ഒരു വാഹയാ, പക്ഷെ ചത്തു. ജീവനുണ്ടോ? രക്ഷപ്പെടത്തില്ല. ഇതുണ്ടോ ഈ എറമ്പിലൊരു കുറുവ, രണ്ട് കുറുവ. രക്ഷപ്പെടുവോ? വാഹ. നമ്മള് വല ഇവിടുന്ന് അഴിക്കുക. നമുക്ക് ആ വാഹയൊന്ന് എടുത്ത് നോക്കാം. നമ്മുടെ ടാങ്കിനകത്തിലാവുന്നു. ഇത് മീൻ വളർത്താവുന്ന ഒരു ടാങ്ക് ഉണ്ട്. രക്ഷപ്പെടുമെങ്കിൽ അത് ഇങ്ങനെ ഇട്ട് നോക്കാം. ചെറുതൊക്കെ അനക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ വലയിലെ മീന് അത് പോയി. അപ്പൊ ഈ വലയിലെ മീൻ എടുത്തിട്ട് നമുക്ക് അടുത്ത വല വലിക്കാം. നമ്മള് അടുത്ത വല ഇട്ടിരിക്കുന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഇത് നമുക്കെടുക്കാം. രാത്രിയിൽ ഈ ചെറിയ ഒഴുക്കുണ്ട്, അതാണ് വലയിൽ മീൻ കുറയുന്നതും വല നേരെ കിടക്കാത്തത്. അതായത് ചെറിയ ഒഴുക്കുള്ളത് കൊണ്ട് വല ചുരുങ്ങിപ്പോവും. ഒരു മഞ്ഞക്കുരിയാണ് ഇവന്. ഇത് 50 mm വലയാണ്. അതാണ് അത്രയും മഞ്ഞക്കുരി കിട്ടുന്നത്. വേണ്ട കുറുവ. ഇനി കുറുവ വരുന്നുണ്ട്. എന്താണ് മുള്ളങ്കണ്ണി. കാറ്റമ്പല്ല്. അപ്പോൾ നമ്മൾ വലയെല്ലാം വലിച്ച് വീട്ടിൽ കടവി വന്ന് നമുക്ക് ഇന്ന് കിട്ടിയ മീനാണിത്. എന്നാലും നമുക്ക് തരക്കെട്ടില്ലാത്ത രീതിയിലുള്ള മീനുണ്ട്, നമുക്ക് കറി വെക്കാനും അധികവും ഉണ്ട് മീൻ. അപ്പോൾ ഇപ്പോഴത്തെ വലയിടയിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ്. ഞങ്ങളുടെ ഇന്നത്തെ ഈ കാഴ്ചകൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം.